ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് പുതിയ ഒരു ടോപ്പിക്സ് ആയിട്ടാണ്. ആ ടോപ്പിക്സിൻ്റെ പേര് ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽസ് ഇൻ ഡെന്റിസ്ട്രി എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽസ് ഇൻ ഡെന്റിസ്ട്രി. ഡെന്റിസ്ട്രിയിൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇതിനകത്ത് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫ് ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വരുമാനമാണ്, വരുമാനം അല്ലെങ്കിൽ ഇൻകം. ഇസ് വൈ ആക്സിസ്, എക്സ് ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇൻകം. ഈ ആക്സിസിൽ നമ്മൾ പറയുന്നത് ഡെന്റൽ സ്കിൽ മേക്കർ. എന്നെ പോലത്തെ ആളുകളുടെ ഉപകാരം എന്താണ്? ഒരു ഡെന്റൽ സ്കിൽ മേക്കറിന്റെ ഉപകാരം എന്താണ്? ഇത് നിങ്ങൾക്ക് ഇൻകമാണ്, ഇത് നിങ്ങളെ സ്കിൽസ് വർദ്ധിപ്പിക്കാവുന്ന മെത്തഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനെ പോകുന്നു. നമ്മൾ ഒരു പ്രാക്ടീസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ CF കൺസൾട്ടേഷനിലാണ് തുടങ്ങുന്നത്. ഓക്കെ, CF. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സാധാരണ നോർമൽ സർജിക്കൽ, മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എക്സ്ട്രാക്ഷൻ പോലെ മൈനർ സർജറി. അപ്പോൾ പിന്നെ നമുക്ക് RCT ഉണ്ട്, ഓർത്തോ ഉണ്ട്, പിന്നെ കോസ്മെറ്റിക് വർക്ക്സ് ഉണ്ട്, CD ഉണ്ട്, ഇംപ്ലാന്റ് ഉണ്ട്. There are so many other works. ഇതൊക്കെ നമ്മുടെ ഓരോ സ്കില്ലുകളാണ്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ് ഒരു സ്കിൽ മേക്കർ, ഒരു ഡെന്റൽ സ്കിൽ മേക്കറിനെ നമ്മൾ ഡെന്റൽ ക്ലിനിക്കിനകത്തുള്ള ഇമ്പോർട്ടൻസ്? നമ്മൾ ഡേ ടു ഡേ പ്രാക്ടീസിൽ നമ്മുടെ ഈ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് വരുമാനം എന്ത് ചെയ്യും? കൂടി വരും. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടെ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന് അത് നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ വരുമാനം കൂടും. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഇൻഡയറക്റ്റ്ലി ഹെൽപ്പിംഗ് ഇത് ഹെൽപ്പിംഗ് ടു ഡെന്റിസ്റ്റ്. ഡെന്റൽ സർജനെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്? ടു മോൾഡ് ഓർ ഷേപ്പ് ദെയർ പ്രാക്ടീസ്. അവരുടെ ഡേ ടു ഡേ പ്രാക്ടീസിനെ മോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കുകയാണ്. അപ്പൊ നമുക്കിതിനകത്ത് എക്സ്പെൻസ് ഇല്ലേ? എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് യു ക്യാൻ അപ്ലൈ. യു ഡോണ്ട് ഹാവ് എനി എക്സ്പെൻസ്. അത് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരും. ഈ വീഡിയോയിൽ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡിനകത്ത് നിങ്ങളുടെ സമയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് നോളേജ്. ഈ നോളേജ് നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങളെ ഇൻകം വർദ്ധിക്കും. ഈ ഇൻകം വർദ്ധിക്കാവുന്ന സ്കില്ല് നമ്മളെ ലൈഫ് ലോങ്ങിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ ലൈഫ് ലോങ്ങിൽ പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി എന്നാണ്. ടു ബി. നമ്മളൊരു RCT ചെയ്യാൻ ഏബിൾ ആകുക, അതാണ് ടു ബി. നമ്മൾ ഡേ ടു ഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്തു, അത് മിനിഞ്ഞാന്ന് ചെയ്തു, അതെല്ലാം ടു ഡു ആണ്. ടു ഡു.
ഈ ടു ഡു നമ്മൾ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ടു ബി ആർജിച്ചു കൊണ്ടിരിക്കണം. ആ ടു ബി ആർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ക്ലിനിക്കൽ ഇൻകം നമുക്ക് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടുവരും. ഈ കൂടിക്കൊണ്ടുവന്നാൽ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിനകത്ത് ഇൻകം വർദ്ധിക്കും. അപ്പോൾ നമുക്കിതിന് ടൈം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. യു ഡോണ്ട് ഗീവ് എനി മണി ടു ഇൻക്രീസ് യുവർ നോളജ്. ഇനി യു നീഡ് ടൈം. ഈ ടൈം ദിറ്റ് ഈസ് യുവർ ടൈം ആൻഡ് മൈ ടൈം. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അറിവ് കിട്ടും. പക്ഷേ ഇതിനകത്ത് എൻ്റെ ടൈം കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു പേ. എൻ്റെ സമയത്തിൻ്റെ വാല്യൂ നിങ്ങൾ കൊടുക്കണം. ആ വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നേടുന്ന അറിവിൻ്റെ അപ്രീസിയേഷൻ ആയിട്ടാണ്. എന്താണ് അപ്രീസിയേഷൻ അഥവാ അംഗീകാരം? ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന RCTക്ക് 4,000 5,000 നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കേസസ് നിങ്ങൾക്ക് ഡേ ടു ഡേ സിമ്പിൾ ആയിട്ട് ഇത് അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേവ് ദീസ് 4,000 or 5,000 ആൻഡ് ദിസ് ഈസ് എ എക്സ്ട്രാ ഇൻകം ഇൻ യുവർ പ്രാക്ടീസ്. അതിന് നിങ്ങൾ എൻ്റെ ക്യാഷിനോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഏബിളായ ആളുകളുടെ ക്യാഷിനോ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളെ ടൈമും മാത്രമല്ല നിങ്ങൾ ക്യാഷും കൊടുക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക, ആ വീഡിയോയിലുള്ള കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇഫ് യു ഡോണ്ട് വാണ്ട് എനി അസിസ്റ്റൻസ്, കോൾ മീ. യുവർ നമ്പർ ഈസ് ഇൻ ഹിയർ. യു ക്യാൻ നോട്ട് മൈ നമ്പർ. മൈൻഡ് യു ഓൺലി കോൺടാക്ട് മീ ബൈ വാട്സപ്പ് ആൻഡ് ഇൻ കമൻറ്റ് ബോക്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഐ എം ഡോക്ടർ അലി, സൈനിങ് ഓഫ്. അലി അരുമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു ആൾ.